മലയാളത്തിലെ ഹിറ്റ് മേക്കർ സംവിധായകനാണ് ജോഷി. 70കളുടെ അവസാനങ്ങളിൽ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ച അദ്ദേഹം ഇന്നും സിനിമയിൽ സജീവമാണ്. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ നടന്മാരുടെ താരപരിവേഷം ഉയർത്തിയതിൽ വലിയ പങ്കുവഹിച്ച സംവിധായകനാണ് അദ്ദേഹം. ജോഷി ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു നവംബർ 20 മദ്രാസ് മെയിൽ. മോഹൻലാൽ, മമ്മൂട്ടി, സോമൻ, അശോകൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു. ചിത്രത്തിൽ മമ്മൂട്ടി എന്ന നടൻ തന്നെയാണ് മമ്മൂട്ടിയായി അഭിനയിച്ചിട്ടുള്ളത്. ഒരു നടൻ എന്ന നിലയിൽ സ്വന്തം വ്യക്തിത്വം അഭിനയിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണെന്നും എന്നാൽ മമ്മൂട്ടി അത് മികച്ചതാക്കിയെന്നും ജഗദീഷ് പറയുന്നു. ജഗദീഷും സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ഏത് റോൾ ചെയ്തതിനേക്കാൾ ബുദ്ധിമുട്ടാണ് സ്വന്തം വ്യക്തിത്വത്തിൽ അഭിനയിക്കുന്നത്. ആ കാര്യത്തിൽ ശരിക്കും മമ്മൂട്ടിക്ക് ക്രെഡിറ്റ് കൊടുക്കണം. നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന ചിത്രത്തിൽ അദ്ദേഹം മമ്മൂട്ടിയായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. മമ്മൂട്ടി എന്ന സെൽഫായി പ്രേക്ഷകർക്കറിയുന്ന മമ്മൂട്ടിയായിട്ട് മാത്രമേ ആ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ വേറൊരു ആക്ടറായിട്ടാണ് ആ സിനിമയിൽ വരുന്നതെങ്കിൽ മോഹൻലാൽ കുടിച്ചിട്ട് വരുമ്പോൾ പോടാ എന്ന് പറയാൻ പറ്റും. പക്ഷെ മമ്മൂക്കിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം മമ്മൂക്ക റിയൽ ലൈഫിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഫ്രെയിം ടു ഫ്രെയിം മമ്മൂക്കിയായി തന്നെ അദ്ദേഹം അഭിനയിക്കേണ്ടി വരും, ജഗദീഷ് പറയുന്നു. അതേസമയം ബസുക്കയാണ് മമ്മൂട്ടിയുടേതായി അടുത്തതായി പുറത്തിറങ്ങാനുള്ള ചിത്രം. ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ്, മമ്മൂട്ടി വിനായകൻ ചിത്രം, മഹേഷ് നാരായണൻ ചിത്രം തുടങ്ങി ഒരുപിടി മികച്ച സിനിമകൾ മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങാനുണ്ട്.